ഹായ് നന്ദുസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അതാ നമ്മളിന്ന് ഒരു ദിവസം രണ്ടാളും കൂടി വീട്ടിലിരിക്കാൻ. ഇന്ന് വളരെ വളരെ ദുഃഖകരമായ ദിവസമാണ് എൻ്റെ ഇത്. ആ അത് പോട്ടെ, വീട്ടിൽ അല്ല, വീഡിയോ തുടക്കത്തിൽ തന്നെ ദുഃഖം വേണ്ട ചേട്ടെ പറഞ്ഞു പോയി. കുഴപ്പമില്ല, പോട്ടെ. അത് നമുക്കറിയാം, പിന്നെ അത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതെന്തായാലും വിട്ടുകളയാം നമുക്ക്, അല്ലേ? അതെ, വിട്ടുകളയൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. കുക്കിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ ഏട്ടനുണ്ടല്ലോ, അല്ലേ? നമുക്ക് രണ്ടാക്കും കൂടി കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടും പിന്നെയും പുറത്ത് പോകണം, അല്ലേ? പുറത്ത് പോകല്ലേ? പുറത്ത് പോകാനുണ്ട്. മുടി വെട്ടണം. ഇന്നലെ വെട്ടാൻ പോയതാണ്, പക്ഷെ ഇന്നലെ അവിടെ പോയപ്പോ നല്ല തിരക്ക്. 6:30 ബുക്ക് ചെയ്തു. അപ്പൊ പിന്നെ വിളിച്ചില്ല അല്ലേ അവര്? 6:30 തിരക്കാണ് ഭയങ്കര. ലേറ്റ് ആവുന്ന ലൈറ്റ് ആവുന്ന പറയുമ്പോ ഞങ്ങൾ ഇന്ന് പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാ. പിന്നെ എന്തായാലും മുടി വെട്ടണം. കൊറേ ദിവസമായി മുടി വെട്ടത് നടക്കണില്ലേ? അത് അതങ്ങനെ കൊണ്ടിടക്കാനാണ് വളർത്താനായിട്ടാണ്. അപ്പൊ ഷേപ്പ് സ്ഥലത്ത് ഞാൻ വെട്ടിയിട്ട് വീണ്ടും ഞാൻ പിറ്റേ ദിവസം പോയി വീണ്ടും വെട്ടിയ ഫലം പോയി. അത് ഞാൻ പറഞ്ഞതാ വെട്ടണ്ടെന്ന്. എന്നാലും വെട്ടനോട് തന്നെ വെട്ടിയില്ല ഒരു സമാധാനം കേട് എന്ന് പറഞ്ഞിട്ട് പോയി വെട്ടിയത് ഫലം പോയി. അപ്പൊ എല്ലാരും കാണുന്നവരൊക്കെ എന്താണ് ക്ഷീണം ആ മുട്ടി ഇങ്ങനെ ഇരിക്കണ തന്നെ. പിന്നെ നമ്മളൊന്നും ചെയ്യില്ല, മുടി വെട്ടുമില്ല, ഒന്നും ചെയ്യില്ല. മുടി ചെയ്തതേ പണിയായിട്ടിരിക്കുന്നത്. മുടി നല്ല രീതിയിൽ കൊണ്ടുപോകണം. പക്ഷെ ഇന്നൊക്കെ എന്തെങ്കിലും മുട്ടേര വെള്ളയോ എന്തെങ്കിലുമൊക്കെ തലയിൽ ഇടണം, എണ്ണ തേക്കണം. അതല്ല, ഇന്ന് മുട്ടേര പഞ്ചസാര ഇടാം, അതൊക്കെ ഇടണം. പിന്നെ ഏട്ടന് എണ്ണ അയക്കണം. മുഖത്ത് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യണം. പരിപാടികളുണ്ട്. ഹീറോനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം. ഹീറോ ഇവിടെ അവന് രാവിലെ രാത്രി ഒക്കെ ഉറക്കാണ് കേട്ടാ. അവിടെ രാവിലത്തെ ഉറക്കം കണ്ടുകഴിഞ്ഞാൽ അവൻ നല്ല രാത്രി ജോലിക്ക് പോയി വന്നു നിൽക്കണ പോലെ ഭയങ്കര ഉറക്കം കൂട്ടിക്കെടുത്തിട്ട് കണ്ടോർത്ത് ഉണ്ടായിരുന്നു കുറ്റം പറയുമ്പോ. അത് കൂട്ടിക്കെടുത്ത് ഭയങ്കര ഉറക്കം. അപ്പൊ ഞാൻ അവനെ വൃത്തിയാക്കണം. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഇന്ന് രാവിലെ ബ്രെഡ്. പഴയ വൃത്തിഭ്രാന്തല്ല, ഈ മനുഷ്യന് വൃത്തി എന്ന് പറയുന്ന സാധനമില്ല. വൃത്തിയുണ്ട്. ഇന്നലെ ടയറിന്റെ അടക്കി കൊണ്ടുപോയിട്ട് ആ കത്തിയോട് നടക്കളെ കൊണ്ടുവച്ചിരുന്നു. പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? ഇല്ലാതെ ഞാൻ മണ്ണുള്ള ടയറുമ്പോ മുറിക്കാൻ കൊണ്ടുവച്ചത് നടക്കളെ കൊണ്ടുവച്ചിരുന്നു. പിന്നെ ഹോട്ടലാണത്. ഏട്ടന് കുറച്ച് വൃത്തി കുറവാട്ട, കൈയൊന്നും കഴുകില്ല. ഞാൻ പറയണം, വൃത്തിന്റെ ഇത്തിരി എന്നെ വെച്ച് നോക്കുമ്പോ കുറവാ, കൂടുതലൊന്നുമില്ല. ചെറുപ്പത്തിലൊന്നുമല്ല, വൃത്തി നല്ലതല്ല മനുഷ്യനായി. ഏട്ടനാലും വൃത്തിയില്ലാത്ത ഭാര്യയാണ്. കൈ കഴുകാണ്ടും ഒന്നും ചെയ്യാണ്ട് പാത്രം കഴുകാണ്ടൊക്കെ ഫുഡ് തന്നെ ഭാര്യയാണ്. അപ്പൊ മനസ്സിലായില്ലേ? തുടങ്ങാം നമുക്ക്. ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടാ. വേറെ ഒന്നല്ല, ബ്രെഡ് വാങ്ങി വെച്ചത് കേടും. ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് ബ്രെഡ്. ഇന്നലത്തെ വീഡിയോ കണ്ടാലറിയാം, നല്ല ക്ഷീണവും ഉറക്കവും എല്ലാത്തിലും കൂട്ടുകയറുന്നുണ്ട്. ഞാനാണേല ഇന്നലെ ഏട്ടടി തീ അരിക്കണ നേരത്തിനുള്ളിൽ ഞങ്ങൾ ഇടയിൽ വരുന്ന കുറച്ചങ്ങൾ പറഞ്ഞു. അത്രയും ക്ഷീണമുണ്ട്, അത്ര ഉറക്ക ക്ഷീണമായിരുന്നു കേട്ടാ. നല്ലോണം കിടന്നുറങ്ങി. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഇവിടെ കൂടുതൽ പേരെല്ലാം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും വെള്ളം കുടിക്കാനും. നല്ല ടേസ്റ്റാണ്. തന്നെ മതിയാവുമെന്ന് വിചാരിക്കുന്നല്ലേ. ഇനി വേണോ? നല്ല വെയിലുണ്ട്. വെയിലൊക്കെ പൊന്തി പപ്പട ചെറുത് കൂടെ മടക്കാം. മടക്കാം. ഓക്കെ, തേങ്ങ വേണ്ടേ? ശരി. സൗണ്ടൊക്കെ രസാ, റിയാലിറ്റിയാണ്. നമുക്ക് കൂടുതൽ പേര് തന്നെയാണല്ലോ യൂസ് ചെയ്യണത്. വേറെ ഏലക്കായ പിന്നെ ഉള്ളിലും എനിക്കിഷ്ടമുള്ള ഉലുവ, കയ്യപ്പ,
അങ്ങനെ വെള്ളം കുടിക്കുക. പക്ഷേ ഇനി പോകുമ്പോൾ തിളപ്പിക്കണ പൊടി ഇട്ടു വെള്ളം കുടിക്കണം. സവാള ചെയ്യണോ? ഇതാണിപ്പോ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ കഴിക്കാറുണ്ടായില്ല, പക്ഷേ അല്ലേ എന്നാണെന്തോ പോയപ്പോ എന്തോ ഞാൻ വാങ്ങിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടാ. നമ്മള് പേരെന്തിട്ടോ പേരില്ല, ഇതിനൊരു നാളെ പേര് കോക്കനട്ട് മാക്രോൺസ് അതിന്റെ പേര്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാന് ഈ വൈമാളിന്റെ നെസ്റ്റോളൊക്കെ പോകുമ്പോ വാങ്ങാറുണ്ട്. അവിടെ നിന്നൊക്കെ കൂടുതൽ കിട്ടുക. അതെ, ഇതിന്റെ വലുതും ചെറുതൊക്കെ ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയപ്പോ വാങ്ങിച്ചതാണ്. നെസ്റ്റോള് വലുത് കിട്ടും. എന്താണ് അവിടെ നല്ല ഓറഞ്ചാണ് കേട്ടോ. ചെറിയ ഓറഞ്ചല്ലേ? മധുരണ്ട്. കാണുമ്പോ മൂസമ്പി പോലെ ഇരിക്കും അല്ലേ? കാണുമ്പോ മൂസമ്പി പോലെ ഇരിക്കും. വഴറ്റൂടുണ്ട്. വഴറ്റൂടുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ സാധാ ഓറഞ്ച് ഇപ്പൊ തിന്നാനേ പറ്റുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. അതാണ് സാധാരണ സമയത്ത് സീസണില് എന്ത് മധുരമുള്ള കിട്ടാറ്. ഈ വർഷം സീസണിൽ വാങ്ങിയത് ഫുള്ളും കളഞ്ഞു ടേസ്റ്റ് ഇല്ലാണ്ട്. കാണുമ്പോൾ മുസമ്പി എനിക്കില്ല നോർമൽ ഓർമ്മ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലേക്ക് ഓംപ്ലേറ്റും ബ്രെഡ് ആക്കാന്ന് വിചാരിച്ചു. അപ്പം സാധാ ഓംപ്ലേറ്റ് ഉണ്ടാക്കണ്ട വെച്ചിട്ടാ. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് അമ്മ ഇവിടെ ചില്ലിയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ എക്സാമിന് പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ ഉച്ച വരെയല്ലേ ഉള്ളൂ. അപ്പോൾ വീടെത്തുമ്പോൾ 1:30-2 മണിയാകുമ്പോൾ ആവുമല്ലോ. അപ്പം അമ്മ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് ചില്ലിയും ബ്രെഡൊക്കെയാണ് അമ്മ കൊടുത്ത് വയ്ക്കാറ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കാറുണ്ട്, നമുക്കിന്ന് അതേപോലെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് വീട്ടിലുള്ളപ്പോഴൊന്നും ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യം മുട്ട നന്നായി കൊത്തി പൊരിച്ച് വെക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ വെക്കാൻ ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കേണ്ടെന്ന് വെച്ചത് വേറെ ഒന്നുമില്ല, ബ്രെഡ് ഉണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമായതുകൊണ്ട് ബ്രെഡ് പെട്ടെന്ന് ചീത്തയായി പോവും. 2 ദിവസമല്ലേ ബ്രെഡിനൊക്കെ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഞങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ കേടാക്കി കളയണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ വാങ്ങിയത് അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ കൊത്തിപ്പൊരിച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ചട്ടിയിലേക്ക് തന്നെ സബോളയും ആദ്യം വെളുത്തുള്ളി ആട്ടിട്ടത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളക് ഞാൻ പെട്ടില്ല. ആദ്യം വെളുത്തുള്ളി ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും ഒരു സബോള ഉണ്ടായി, ഒരു 1.5 സബോള ഉണ്ടായിട്ടാ. ഇതിന് നന്നായി സബോള വേണം. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടായി ഞാൻ. അപ്പോൾ ഒരു 1.5 സബോളയൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇതുവരെ ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് എൻ്റെ മുഖത്ത്. വേറെ ഒന്നുമില്ല, ഞാനിത് ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതെങ്ങനെ ആയി വരുന്നൊന്നും. അപ്പോൾ സോസ് കണക്കൊന്നും ഇല്ലാണ്ട് ഞാൻ അടുത്ത് ഒഴിച്ചു. ഞാൻ വിചാരിച്ചു സോസ് കൂടിയാ, പെട്ടെന്ന് ഒഴിച്ചപ്പോൾ കൂടിയ പോലെ തോന്നി. പക്ഷെ കഴിക്കുമ്പോൾ തന്നെ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും ഓവറായി നിന്നിരുന്നില്ല കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ഇട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആയിട്ടാ. അപ്പോൾ സോസൊക്കെ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടു. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഈ എരിവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പേട്ടൻ എന്നെ എന്തൊക്കെയോ ഇരുന്ന് അവിടെ കളിയാക്കാൻ കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ അവസാനം ആയി വന്നപ്പോൾ എനിക്കൊരു സമാധാനമായി. അമ്മ ഉണ്ടാക്കണ പോലെയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ അതിന് തന്നെ എനിക്കൊരു സമാധാനമായി. ഞാൻ പ്ലേറ്റിക്കൊക്കെ മാറ്റി. പിന്നെ ഏട്ടൻ്റെ ഞാൻ അവിടെ ബ്രെഡ് ചൂടാക്കാൻ കൊടുത്തിട്ട് ഞാൻ മെല്ലെ പോയിട്ട് എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ടായി അല്ല ഏട്ടാ? എങ്ങനെയുണ്ടായി?
അടിപൊളി സാധനം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ കിട്ടുമെന്ന്. കാരണം ഫസ്റ്റ് ടൈമിന് കഴിക്കണ ഈ സംഭവം അല്ലേ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ സോസ് നമുക്ക് കയറി നിൽക്കണമൊന്നുമില്ല, സോസ് വെച്ചൊന്നും പറഞ്ഞിട്ട് നമ്മുടെ നല്ലൊരു സാൻഡ്വിച്ച് ഒക്കെ ഒരു കഴിക്കുന്ന ഒരു ചെറിയൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ എനിക്കിത് പണ്ടേ ഇഷ്ടമാണ്. ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരുമ്പോ അമ്മ ഇങ്ങനെ ഓംലേറ്റിനാട്ടും കൂടുതൽ ഉണ്ടാക്കി തരും ഇങ്ങനത്തെയൊക്കെയാ. ഞാനപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഏട്ടനെ പറയാ തണ്ണിമത്തം കഴിക്കാനായിട്ട് മഞ്ഞ. അപ്പം ഏട്ടൻ്റെ ബനിയനും സെയിം തന്നെ. പിന്നെ ഏട്ടന് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ രാവിലെ ഉച്ചയ്ക്കായാലും ഒക്കെ അരിഞ്ഞു ഇങ്ങനെ വെച്ചു കൊടുക്കും. അല്ലേട്ടാ എത്ര ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല, എല്ലാ ഫ്രൂട്ട്സും ഞാൻ കഴിക്കും. ഇപ്പൊ ഗർഭിണികളിൽ എന്താണ് എപ്പോഴും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളെ ഒന്ന് ഈ വീഡിയോന്റെ ഫസ്റ്റ് തന്നെ ഉണ്ട് തോന്നുന്നു ഓറഞ്ച് കഴിക്കുന്നത് ഏട്ടനിങ്ങനെ. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇവിടെ പോയി വരുമ്പോഴും ഫ്രൂട്ട്സ് വാങ്ങൂട്ടാ. പക്ഷെ നല്ലതാണ് ആരോഗ്യത്തിന്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ നേന്ത്രപ്പഴമൊക്കെ എന്നും കഴിക്കണം എന്ന് വെച്ചിട്ട് 2 ദിവസം കഴിക്കും, പിന്നെ നിർത്തും. എൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ്. ആരോഗ്യം മാത്രല്ല സൗന്ദര്യം നോക്കിയിട്ടാണ് കേട്ടോ എൻ്റെ ഏട്ടൻ കഴിക്കുന്ന, ആരോഗ്യം നോക്കിയിട്ടല്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അച്ചിങ്ങൊക്കെ അരിയാൻ നിന്നു. ഉച്ചയ്ക്കുള്ളതാണ്. ഇതാണ് കുഞ്ഞ് തലടിച്ചക്ക എന്താണ് ഓർക്കട്ടെ കിട്ടട്ടെ. എന്താ തലമുടി നേരെയാക്കി തരും നിങ്ങൾ വേണ്ടിയിട്ടുള്ളിൽ തലയിട്ടിട്ട് വരുമോ? താങ്ക് യു. സെറ്റാക്കി എടുക്കണം. ഉറങ്ങിക്കൊണ്ടിരിക്കുക. താത്ത അടുത്ത് മൂത്തയക്കണുണ്ട്. വയ്ക്കട്ടെ. ഇവിടെയാണ് അവൻ്റെ കടി പോക്കള്ളിട്ട് ഇഞ്ചക്ഷൻ അടിക്കേണ്ടി എത്തിയല്ലേ. നേരത്തെ ഫുഡ് അടി കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ചടക്കളൊക്കെ വൃത്തിയായിട്ടാണ്. ആ നേരത്തെ ഏട്ടൻ അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കായിരുന്നു അല്ലേ? ഇല്ല, കുഞ്ഞിനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ട് കുറെ നേരം സംസാരിച്ചിരുന്ന്. അപ്പോഴാണ് ഞാൻ സമയം കണ്ടപ്പോൾ അമ്മോട് നമ്മൾ ശരി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ, പണി എടുക്കലേ അങ്ങനെ പിന്നെയും പണിക്ക് കയറി. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അച്ചിങ്ങ. അല്ലേട്ടാ? എനിക്ക് സത്യം പറഞ്ഞാൽ അച്ചിങ്ങ നന്നാക്കി മടിക്കുന്നുണ്ട്. എന്നാലും ഇഷ്ടല്ലേ, ഉണ്ടാക്കി എടുക്കാം അല്ലേ? അച്ചിങ്ങ എത്ര ഇവിടെ ഉണ്ടാക്കിയാലും എത്ര ഇവിടെ ഉണ്ടാക്കിയാലും 1 കിലോ തന്നെ വേണം ഞങ്ങൾക്ക്. ഏട്ടന് ഇത് തന്നെ ഉച്ചയ്ക്കാനൊക്കെ തിന്ന് തീർക്കും, രാത്രിക്ക് ഉണ്ടാവില്ല. അങ്ങനെ അച്ചിങ്ങക്കുള്ള ചുവന്നുള്ളി കരിഞ്ഞ് ചതച്ചിട്ടു കേട്ടോ. അപ്പം ഏട്ടന് ഈ അച്ചിങ്ങ ഭയങ്കര ഇഷ്ടമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അച്ചിങ്ങ ഉണ്ടാക്കാൻ അറിയാം നന്നായിട്ടല്ലേ. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന അച്ചിങ്ങ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹീറോനുള്ള ചിക്കനാണ് കേട്ടോ. ഞങ്ങൾക്ക് ചിക്കൻ കഴിച്ചില്ലെങ്കിലും ഹീറോന് ഡെയിലി ചിക്കൻ വേണം. അതാണ് അവന് ചിക്കൻ പുതിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. കൂലിയൊക്കെ കഴിഞ്ഞിട്ടോ. ചോറിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്ക് പിടിച്ചിട്ടായിരുന്നല്ലോ. പോവാ, ഇരുട്ടായി. നമ്മൾ ഷോപ്പിൽ പോവാട്ടാ. കണ്ണിരിക്കാതിരിക്കുമ്പോ കണ്ണ് വേറെ രൂപയില്ലേ? ഞാൻ ഷോപ്പിൽ പോവാൻ. ഷോപ്പിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഫുഡ് അടിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആ തിരക്കിലങ്ങോട്ട് കഴിച്ച് മുമ്പ് ചായ കുടിച്ചിട്ട് പോവാ. 6:45 സമയം. അല്ലെങ്കിൽ ഒരു വണ്ടി ഉണ്ടാവില്ല, പഠിപ്പിച്ച വണ്ടി സൗണ്ട് വരാൻ വേണ്ടിട്ട് ഇത്ര നേരം സൈലന്റ് ആയിരുന്നു. ഇപ്പൊ അടുപ്പിച്ച് കുറെ വണ്ടി കൊണ്ട് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ.
ഒരാള് സീരിയല് കാണുന്നുണ്ട്. സീരിയലാണത്? സീരിയലാ? ഏതൊരു പരിപാടി കുതിരുന്നല്ലോ മലയാള ആ മതി